ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാര്യ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നില്ലെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സുപ്രീം കോടതി ഇതിന് ചില നിബന്ധനകളും കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ കേസുകളിൽ ഓരോ ഇൻഡിവിജ്വൽ കേസസിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും കോടതികൾ പറയുക. കാരണം ആ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടുള്ള ഡിസിഷൻസേ കോടതികൾ പറയുകയുള്ളൂ. അതായത് ഓരോ ഡിസിഷൻസിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കേസിലെ കാര്യം എന്താണെന്ന് നോക്കാം. ഈ കേസിൽ എന്ന് പറയുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി കോടതിയിൽ പോയി ഫാമിലി കോടതി ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്നാണ് ഉത്തരവിട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരായി ഭർത്താവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചെലവിന് കൊടുക്കേണ്ട എന്നും കൂടി ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ ഇതിനെതിരായി ഭാര്യ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതിയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ചിലവിന് ഭാര്യയ്ക്ക് കൊടുക്കണമെന്നുള്ള ഒരു കാര്യം. കാരണം സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഈ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത വിധം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. കാരണം ഭാര്യ വ്യക്തമാക്കിയിട്ടുള്ളത് അവിടെ വാഷ്റൂമോ അതുപോലെ തന്നെ അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഒന്നും യൂസ് ചെയ്യാൻ ഈ സ്ത്രീ അതായത് ഈ വൈഫിനെ സമ്മതിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം ഈ വൈഫിന് അവിടെ ഇല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും അതിനെ തുടർന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ വൈഫിന് ചെലവിന് കൊടുക്കണമെന്നത്. ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഓരോ കേസിനും ആ സർക്കംസ്റ്റാൻസസ് അവിടുത്തെ കണ്ടീഷൻ എന്താണോ നോക്കിയിട്ടാണ് ഓരോ കേസസിലും ഇതിനെ ഓർഡേഴ്സ് ഇടുക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.